ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഒരു സൈഡ് ഒരിച്ചുന്നി കുത്തും, അതായത് അതിരാവിലെ അസഖ്യമായ തലവേദന. ഒരിച്ചുന്നി കുത്തും എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സൈഡായിട്ടുള്ള വേദന, അല്ലെങ്കിൽ വട്ടമായിട്ടുള്ള വേദന, അല്ലെങ്കിൽ ഒരു ഭാഗത്തായിട്ടുള്ള വേദന. അപ്പൊ ഇതിന് കൈക്കൊണ്ടൊരു മരുന്നുണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് പൂവാങ്കുരുന്നലി. ഇപ്പൊ അല്പം ഒന്ന് വാടിപ്പോയി, ഇവ വെയിലത്തൊക്കെ നടക്കുന്നു വന്നുകൊണ്ട് ഇത് പറിച്ചുകൊണ്ടാണ് അത് വാടിയിരിക്കുന്നത്. അപ്പൊ അതൊരു പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പൂവാങ്കുരുന്നല് ഒരു 300 ഗ്രാം പേസ്റ്റ് രൂപത്തിൽ നല്ലോണം അരച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് നാടൻ കുരുമുളകിന്റെ പൊടി എന്ന് പറയും. നാടൻ കുരുമുളകിന്റെ പൊടി ഒരു പകുതിയോളം, ഏകദേശം ഈ മുട്ടോളം ഇത് പറഞ്ഞ പൊട്ടിച്ച് ചതച്ച് ആ പൂവാങ്കുരുന്നലിൽ നല്ലവണ്ണം അരച്ച് കിടക്കാം. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ കൂട്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തൈലം കാച്ചി എടുക്കണം നിങ്ങൾ. ഇത് ശിരസിൽ വെച്ചിട്ട് കുളിക്കുക. 2 നേരമായിട്ട് ശിരസിൽ വെച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സൈഡായിട്ടുണ്ടാവുന്ന ഒരു ചുരുത്ത് പെട്ടെന്ന് മാറിക്കിട്ടാന്നുള്ളതാണ്. അതുപോലെ ഇയർ ബാലൻസ് കംപ്ലീറ്റ് മാറിക്കിട്ടാന്നുള്ളതാണ്. അതുപോലെ ചെവി കേൾവിക്കുറവ് അതിന് നല്ലതാണ്. പിന്നെ പ്രത്യേകമായിട്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയുന്നുണ്ട്, അതും ഇതിന് ഉപയോഗപ്രദമാണ്. ഇതിന്റെ പുറംതൊലി എടുക്കുക. അതായത് നമ്മൾ കുരുമുളക് പൊടിയുടെ പുറംതൊലി ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണക്കി പൊടിച്ചെടുത്തതിന് ശേഷം അതിരാവിലെ 1/2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചുന്നത്തൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ കൃമിശല്യങ്ങൾ മാറിക്കിട്ടും, വയറിന്റെ ഡിസോർഡറുകൾ മാറിക്കിട്ടും, അജീർണം മാറിക്കിട്ടും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാരുടെ കൈകളിലും അതുപോലെ നല്ല നല്ല ഡോക്ടേഴ്സിന്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊന്നും തന്നെ പരീക്ഷിക്കാതെ പറഞ്ഞിട്ടുള്ളതല്ല. ഇതൊക്കെ പഴയ കാലത്ത് ആയുർ പ്രകാശ് വൈദ്യശാലയിലെ ആചാര്യന്മാര് ഉപയോഗിച്ചിരുന്ന് റിസൾട്ട് അറിഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഉപയോഗിക്കുക, ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ അറിയാം. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് വരുമ്പോൾ